ഹായ്, ഇതാണ് നമ്മുടെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഹിമവത് ഗോപാലസ്വാമി ബെട്ട. അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ശരിക്കും നമ്മുടെ ലൈഫ് ടൈമിൽ ഒന്ന് വരേണ്ട ഒരു പ്ലേസാണ്. അത്രയ്ക്ക് ആംബിയൻസും അത്രയ്ക്ക് കിടിലനായിട്ടൊരു പ്ലേസാണ്. അപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് വരണം. നമ്മൾ പല പല റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു അടിപൊളിയായിട്ട് ഒരു സ്ട്രെയിറ്റ് വഴി, നല്ല ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയൊരു സ്ട്രെയിറ്റ് വഴി, അത് കഴിഞ്ഞൊരു മല, ആ ഒരു റൂട്ടാണ് ഇത് വരുന്നത്. അപ്പം നമ്മളിപ്പം നേരെ ഗുണ്ടൽപേട്ട് ടൗണിലാണുള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് നേരെ ഹിമവത് ഗോപാലസ്വാമി ബെട്ടിലേക്കുള്ള റൂട്ടിലേക്ക് കടക്കുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ബെട്ട റോഡിലെത്തും. ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ഹിമവത് ഗോപാലസ്വാമി ബെട്ട എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ റോഡിൽ കയറി ശരിക്കും ഒരു തനി നാടൻ വില്ലേജിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആടുകളൊക്കെ മേയ്ക്കുന്ന ആൾക്കാരും കൃഷി ചെയ്യുന്ന ആൾക്കാരും കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരു വില്ലേജിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കർണാടകത്തിലെ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന അതുപോലത്തെ കറക്റ്റായിട്ടുള്ള ഗ്രാമങ്ങൾ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളോട്ട് എത്തിക്കഴിഞ്ഞാലത്തെ കാഴ്ച നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് KSRTC ബസ് സർവീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ബെട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ KSRTC ബസ് അവൈലബിൾ ആണ്. ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡിൽ നമുക്ക് ഇങ്ങോട്ട് ബസ് അവൈലബിൾ ആണ്. ഇത് ആടിനെ മേയ്ക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ധാരാളമായിട്ടൂടെ കാണാൻ പറ്റും. പിന്നെ കൂടുതലും കൃഷി സ്ഥലങ്ങളാണ്, കൃഷി അങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പം താഴെ ബന്ദിപ്പൂർ ഹിമവത് ഗോപാലസ്വാമി ബെട്ട താഴെ എത്തിയിട്ട് നമ്മളോട് KSRTC ബസ്സിന് മാത്രമേ മുകളിലേക്ക് കയറാൻ പോകാൻ പറ്റുള്ളൂ. വളരെ വീതി കുറഞ്ഞ റോഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം KSRTC ബസ്സുകൾ മാത്രമേ അതിലൂടെ കടത്തി വിടുള്ളൂ. നമുക്ക് ആ വഴി മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പറ്റുന്നത് നമ്മൾ വീക്കെൻഡ് പോകാണ്ടിരിക്കാൻ നോക്കുക. നമ്മൾ വർക്കിംഗ് ഡേയ്സ് പോവുകയാണെങ്കിൽ നല്ല തിരക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ഹെവി റഷാണ് അവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് ക്യൂ നിന്നിട്ടൊക്കെ വേണ്ടി വരും. ബസ്സിന് ടിക്കറ്റ് എടുക്കാനും ബസ്സിലേക്ക് കയറി പോകാനൊക്കെ നല്ല തിരക്കും ക്യൂ ഒക്കെയാണ് അനുഭവപ്പെടേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ ഫുൾ വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട്. KSRTC ബസ്സിൽ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നവരെല്ലാം ഫുൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക്, എത്ര തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞ റൂട്ടെന്ന് പറയുന്നത്. നമ്മളെ പല പല റീൽസിലും വീഡിയോയിലൊക്കെ കാണുന്ന അതിമനോഹരമായിട്ടുള്ളൊരു റോഡ് തന്നെയാണിത്. ശരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഫുൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടുന്നില്ല. ഫുൾ കാറുകളൊക്കെ നിർത്തി ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു റോഡിൻ്റെ ഭംഗി എന്താ. അങ്ങ് ലോങ് വരെ നമുക്ക് അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ്. നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ബെട്ട റോഡെന്ന് പറയുമ്പോൾ ശരിക്കും ഇതാണ് ഓർമ്മ വരിക. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു റൂട്ട്, അതിൻ്റെ അങ്ങേറ്റത്തെ മല കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. മഴക്കാലത്ത് ശരിക്കും ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണ്. മഴക്കാലത്ത് പ്രകൃതി അതിൻ്റെ ഫുൾ ഭംഗി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹിമവത് ഗോപാലസ്വാമി ബെട്ട എന്ന് പറയുന്ന സ്ഥലം. അത്രയ്ക്ക് മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ ഈ റൂട്ടൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ നേരെ താഴെ എത്തി. അവിടെ നമ്മൾ KSRTC ബസ്സിന് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി, കാരണം തിരക്കാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, നമുക്ക് ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോകുന്ന വഴിക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഒരു പച്ച വിരിച്ചതുപോലെ, പരവതാനി വിരിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. ദൂരെ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വൈകുന്നേരം വരുന്ന ഒരു ആനയുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. ആന എല്ലാ ദിവസവും വൈകുന്നേരം അമ്പലത്തിൽ വരുന്ന ഒരു ആനയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു സ്വിറ്റ്സർലാൻഡിലൊക്കെ ഒരു ഫീലാണ്. പച്ച താഴ്വരയും പുൽമേടുകളൊക്കെ ആയിട്ട് അത്രയ്ക്ക് മനോഹരമായിട്ടൊരു താഴ്വരയിലൂടെയാണ് നമുക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അതിമനോഹരമാണ്. അപ്പോൾ എന്താണെങ്കിലും മൈസൂരും ബന്ദിപ്പൂരും ഒക്കെ പോകുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലം കൂടെ പ്രിഫർ ചെയ്യുക. അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു പ്ലേസാണ്. പിന്നെ നമ്മുടെ വണ്ടി മുകളിലേക്ക് കയറി പോകില്ല, അതെല്ലാവരും ശ്രദ്ധിക്കണം. താഴെ നമുക്ക് പാർക്കിങ്ങിൽ വെച്ചിട്ട് KSRTC ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നവർ നമുക്ക് രണ്ട് സൈഡിലും പൂപ്പാടങ്ങളൊക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റും. ജമന്തി പാടങ്ങളാണ് മെയിനായിട്ട്. ഇതിന് രണ്ട് സൈഡിലുള്ള ജമന്തി, സൂര്യകാന്തി, വാടാമുല്ല, അതൊക്കെയാണ് നമ്മൾ ഈ രണ്ട് സൈഡിലും കൃഷി ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ എത്താറാകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടികളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ പോയ സമയത്ത്. ഈ വണ്ടികളൊക്കെ നിൽക്കുന്ന ഇവിടെ നല്ല ജമന്തി പാടങ്ങളുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് ഈ ഒരു കാണുന്നത്. ധാരാളം ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്കിത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇത് കഴിയുമ്പം തന്നെ മുമ്പോട്ട് ചെല്ലും തോറും നമുക്ക് വണ്ടികൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെ പാർക്കിങ് നിറഞ്ഞു കഴിയുമ്പോൾ റോഡിൽ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ജമന്തി പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടൊരു പ്ലേസാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ പാർക്കിങ്ങിൽ എത്താറായി. വണ്ടി അവിടെ ഫുള്ളായതുകൊണ്ട് രണ്ട് സൈഡിലും ഫുള്ള് വാഹനങ്ങൾ നിർത്തിക്കിയിട്ടുണ്ട്. അത്രയും തിരക്കായിട്ടൊരു സമയമായിരുന്നു. വീക്കെൻഡ് ആണ് ഞാൻ പോയത്.
പിന്നെ നമുക്ക് മനസ്സിലായി വർക്കിംഗ് ഡേയ്സ് പോകുമായിരുന്നെങ്കിൽ അത്ര തിരക്കുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത്രയ്ക്ക് തിരക്കാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് തിരക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്ക് വാഹനങ്ങളാണ് അവിടെ ഉള്ളത്. നമുക്കിതിൻ്റെ ഇവിടെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെ നമ്മൾ KSRTC ബസ് ടിക്കറ്റ് എടുത്ത് കയറണം. അതും ക്യൂ എന്നിട്ട് ഈ കാണുന്ന നീണ്ട നേര ബസ്സിൽ കയറാനുള്ള ക്യൂ ആണ്. ബസ്സൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഈ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ബസ്സിൽ കയറാൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഗേറ്റിന് അപ്പുറേ പോയിട്ട് വേണം നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി. ഇവിടെ നമുക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളും ക്യൂവിൻ്റെ സൈഡിലേക്ക് കയറി നിന്നിരിക്കുകയാണ്. ഈ ക്യൂവിൽ അങ്ങ് എത്തിയാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ക്യൂ നിൽക്കണം ബസ്സിൽ കയറാൻ വേണ്ടി. ഇവിടെ നിന്നാണ് നമുക്ക് ബസ്സിൽ കയറേണ്ടത്. ഇനിയുള്ള യാത്രയാണ് അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര. രണ്ട് സൈഡിലും ഫുള്ള് കാടും മലയും ഒക്കെ ആയിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള യാത്ര തന്നെയാണ്. ഈ ഒരു ക്യൂ നമ്മൾ ബസ്സിൽ കയറാനുള്ള ക്യൂ ആണ്. ഈ ബസ് വരുന്നുണ്ട്, ആ ബസ്സിൽ ക്യൂ നിന്നിട്ട് നമുക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ KSRTC ബസ് മാത്രമേ മുകളിലേക്ക് കയറി പോവുള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുകളിലുള്ള വ്യൂ. നമുക്കിവിടെ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ. പിന്നെ ഇവിടെ അന്നദാനം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ടൈമാണ് ഇവിടെ ശരിക്കും ഭയങ്കരമായിട്ട് ബ്യൂട്ടി ആയത്. ആന വരും. അതുകൊണ്ട് ഇവിടുത്തെ ഈ പുൽത്തകടികളൊക്കെ കാണാൻ ഭയങ്കര മനോഹരമാണ്. അത്രയ്ക്ക് തിരക്കാണ്. നമ്മൾ തിരിച്ച് പോകണമെങ്കിലും ഇതേപോലെ തന്നെ KSRTC ബസ്സിന് ക്യൂ നിന്നിട്ട് വേണം നമ്മൾ തിരിച്ച് കയറി പോകാൻ വേണ്ടി. അപ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്യൂ നിന്ന് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം ബസ് ഓർഡറിൽ എടുക്കുമ്പോൾ നമ്മൾ കയറിയിട്ട് അതെല്ലാം ബസ് പോവില്ല, ടൈമായാൽ മാത്രമേ അവർ പോകുള്ളൂ. അത്രയ്ക്ക് ഹെവി തിരക്കായിരുന്നു നമ്മൾ പോയ സമയത്ത് അനുഭവപ്പെട്ടത്. അപ്പോൾ എല്ലാവരും വരുന്നവർ ശ്രദ്ധിക്കുക, വർക്കിംഗ് ഡേയ്സിൽ വരാൻ നോക്കുക. അങ്ങനെ ഇത്ര തിരക്കുണ്ടാവില്ല. തിരക്കില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണിത്. നിങ്ങൾക്ക് ആ പുൽമേടുകളൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്ക് മനോഹരമായിട്ടാണ്. ഇനി നമ്മൾ ഇറങ്ങി പോകുമ്പോഴും നമുക്ക് ഒരു സൈഡിൽ ഫുൾ കൃഷിപ്പാടങ്ങൾ, ഒരു നാളെ മുഴുവൻ ഫോറസ്റ്റുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ആ മരങ്ങൾക്കിടയിലൊക്കെ അതിമനോഹരമായിട്ടുള്ള നല്ല തണുപ്പാണ് എടുത്ത് പറയേണ്ടത്. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ധാരാളം ആൾക്കാർ ഇവിടെ ബസ്സിന് കയറാൻ വേണ്ടി ക്യൂ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും.